നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ചൂടകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഷാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. പൈനാപ്പിൾ ആൻഡ് ഗ്രേപ്പ് വെച്ചിട്ടുള്ള സ്ക്വാഷാണ്. പൈനാപ്പിൾ ആൻഡ് ഗ്രേപ്പ് സ്ക്വാഷിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് പൈനാപ്പിൾ, ഗ്രേപ്പ്, ഷുഗർ ആൻഡ് ലെമൺ ജ്യൂസ്. ആദ്യം നമുക്ക് പാത്രം വെച്ചിട്ട് ഈ ഗ്രേപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഗ്രേപ്പ് ഇവിടെ കിടന്ന് തിളച്ച് നന്നായിട്ട് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് നന്നായിട്ട് വെന്തുടയണം. അതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലടിക്കുന്നത്. നമ്മുടെ മുന്തിരി ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. മുന്തിരി തണുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ സ്ക്വാഷ് റെഡിയാക്കാം. ആദ്യം നമ്മൾ പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഷുഗർ സിറപ്പ് ഇവിടെ നിന്ന് തയ്യാറാവുന്ന സമയം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് പൈനാപ്പിളിലേക്ക് ആവശ്യമായ ഷുഗർ സിറപ്പ് നമുക്ക് എടുക്കാം. ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ജ്യൂസ് ഒഴിക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പൈനാപ്പിൾ ഇവിടുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേപ്പ് ഒന്ന് ജ്യൂസാക്കിയിട്ട് വരാം. നമുക്കിനി മുന്തിരി അടിച്ചത് ബൗളിലേക്ക് അരിച്ചു മാറ്റാം. പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഫൈനലായിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഒഴിക്കാം. ഇതൊരു 10 സെക്കൻഡ് പോലെ തിളച്ച് കഴിഞ്ഞാൽ മതി. നന്നായി വെട്ടി തിളച്ചതിന് ശേഷം നമ്മുടെ പൈനാപ്പിൾ സ്ക്വാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വെച്ചിട്ട് അടുത്ത ഗ്രേപ്പ് തയ്യാറാക്കാം. ഗ്രേപ്പിൻ്റെ ഷുഗർ സിറപ്പ് വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാം. ഷുഗർ സിറപ്പും മുന്തിരി ജ്യൂസും കൂടി നന്നായി തിളപ്പിച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ഗ്രേപ്പിൻ്റെ പൈനാപ്പിളിൻ്റെ സ്ക്വാഷ് തയ്യാറായിട്ടുണ്ട്. ഇനി അത് നമുക്ക് ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് ഓരോ ബൗളിലേക്ക് കുറച്ചിച്ചെടുക്കാം. നമ്മുടെ സ്ക്വാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഐസ് വാട്ടർ ഉപയോഗിച്ച് ജ്യൂസാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സ്ക്വാഷിലേക്ക് നമുക്കിനി തണുത്ത വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നാച്ചുറലായിട്ട് പൈനാപ്പിൾ ആൻഡ് ഗ്രേപ്പ് ഉപയോഗിച്ച് സ്ക്വാഷ് തയ്യാറാക്കി അത് വെച്ചുണ്ടാക്കിയ ജ്യൂസാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക.